ഒരുപാട് ബിസിനസ് നടത്തി പൊട്ടിയിട്ടാ എടുത്ത് തുടങ്ങുക. അപ്പൊ എല്ലാരും കാണുന്ന ആ ജയിച്ചു മാത്രം. അപ്പൊ ഒരു കൊല്ലം കൊണ്ട് ഇന്നത് ഇറങ്ങാൻ പോകുന്നവരോട് ഇതാ പറയുള്ളൂ, നിങ്ങൾ ഒരിക്കലും മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് ആകരുത് നിങ്ങൾ പെട്ടെന്ന് ബിസിനസ്സിലേക്ക്. അല്ല ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഓഫീസിലല്ല, നമ്മുടെ ടീമുണ്ട്, സിനാനുണ്ട്, അതുപോലെ തന്നെ മുനവറുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്, പല ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റൻറ്റ് മോട്ടിവേറ്റഡ് ആയിട്ട് അവർ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ അങ്ങനെ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുക, പെട്ടെന്ന് എനിക്ക് ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെടണം, പൈസക്കാരനാകണമൊക്കെ ആഗ്രഹം വെച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ വെച്ച് നോക്കുന്ന അങ്ങനെ ഭയങ്കര റിസ്ക്കാണ്. ബിസിനസ് ഇസ് നോട്ട് ഈസി. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളത് നോക്കാതെ നിങ്ങൾ ബിസിനസ്സിൽ കയറാൻ നിങ്ങൾ അട്ടർ ഫ്ലോപ്പായി പോകും. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഓർഡർപ്രണർ മൈൻഡ് സെറ്റിലേക്ക് ഒരുപാട് ബിസിനസ് കാര്യം ചെയ്ത് നമ്മൾ ആ കൂടെ ആളുടെ ജസ്റ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. മുനവർ, എന്താണ് ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാർ പറയാനുള്ളത്? അതായത് ഇൻസ്റ്റന്റ് മോട്ടിവേഷൻ ഒരു കൂടുതൽ അതായത് എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചാല് ഈ ഇൻസ്റ്റന്റ് മോട്ടിവേഷൻ ഫസ്റ്റ് പറയാനുള്ള ടേം എന്ന് വെച്ചാൽ ഈ മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് ആ മോട്ടിവേഷൻ സ്റ്റക്ക് ആയാൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫ്ലോപ്പ് ചെയ്യും. ബിസിനസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. മോർ ദാൻ ദാറ്റ് നമ്മൾ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഡിസിപ്ലിനാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൂടെ വരും. അപ്പം നമ്മൾ സ്ഥിരമായ ഒരു ഹാബിറ്റ് പോലെ ചെയ്തു വന്ന റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ബിസിനസ്സിൽ എടുക്കാൻ വന്ന സമയത്ത് അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും ബിസിനസ് പഠിക്കാനും ചെയ്യാനൊക്കെ ഉള്ള. അവർ ഓരോ സമയത്ത് ഓരോ ഐഡിയ പറയും, ഇന്ന ഒരു ഐഡിയ പിന്നൊരു ഐഡിയ. അതെല്ലാം കംപ്ലീറ്റ്ലി ഐഡിയ എല്ലാവർക്കും കിട്ടും, അല്ലെങ്കിൽ ഐഡിയ വെച്ചിട്ട് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് എല്ലാവർക്കും ചിന്തിക്കാം. പക്ഷേ ആക്ച്വലി അത് വർക്കാവില്ലേ? അതെങ്ങനെ വർക്കാവുമെന്ന് വെച്ചാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സമയം കൊടുത്ത് നല്ല എഫേർട്ട് ഇട്ട്. ഇപ്പം നമ്മൾ നെജൂസാൾ ഒരു 3.5 years ആവുന്നു. അപ്പോൾ അത്ര ഇയേഴ്സ് എടുത്തിട്ടാണ് ഇത് എത്തിയത്. അതിന് മുന്നേ ഒരു 1.5 years നമ്മൾ എന്താക്കിയിട്ട് അത് ലേൺ ചെയ്തിന്, അത് വർക്കൗട്ട് ചെയ്ത് പഠിച്ചിന്. അപ്പോൾ ഇത്രയൊന്നും സമയം നമ്മൾ കൊടുക്കാതെ നമുക്ക് ചാടി കയറി ഇതുപോലത്തെ ഒരു ബിസിനസ് അങ്ങോട്ട് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കോ? ഇല്ല. അത് ഈ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ 30 സെക്കൻഡ് റീലില് ഒറ്റയടിക്ക് വരുന്നു, പൈസ കാണുന്നു, നമുക്ക് മോട്ടിവേറ്റഡ് ആ ഒരു സോങ് ആൾക്കാർ ആയിരിക്കും പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ അവന്റെ പൈസ എന്നെ കയ്യിലെന്ന്. സോ ആക്ച്വലി അത് വർക്കിംഗ് അല്ല. മോട്ടിവേഷനെ ഫോക്കസ് ചെയ്താൽ അത് നിങ്ങൾക്ക് എന്തായാലും നടക്കൂല. മോർ ദാൻ ദാറ്റ് ഡിസിപ്ലിൻ നോക്കുക. ഏറ്റവും നല്ല ബില്യണിയേഴ്സ് ആൾക്കാരൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക്. അപ്പം ഞാനിപ്പോ 2 ഇങ്ങനെ റിസർച്ച് കോണ്ടന്റ് റിസർച്ച് ചെയ്യുമ്പോൾ ചില ആൾക്കാരുണ്ടാവും, ചില ബിസിനസ് ഓണേഴ്സ് എങ്ങനെ അറിയോ, ഒരുപാട് ബിസിനസ് നടത്തി പൊട്ടിയിട്ടാ എടുത്ത് തുടങ്ങുക. അപ്പോൾ എല്ലാവരും കാണുന്ന ആ ജയിച്ചു മാത്രം. അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ഇന്നത് ജയിച്ചു, ഓ അടിപൊളി, 5 കൊല്ലം വേറെ ചെയ്ത് പൊട്ടിയിട്ടുണ്ടാവും. അതാരും കാണുന്നില്ല. സോ അതാണ് മെയിൻ തിങ്. ഇതിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വേറെ ഒന്നല്ല, ഇപ്പോൾ എല്ലാവരും ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ട് ഇറങ്ങാണ്. അപ്പോൾ അങ്ങനെ കാണാതെ നിങ്ങൾ അതിന് മുന്നേ ഒരുപാട് പോഡ്കാസ്റ്റ് കാണണം. അതായത് ഒരു ബിസിനസ് എങ്ങനെയൊക്കെ റൺ ചെയ്ത് കൊണ്ടുപോകണം, നിങ്ങൾ നോക്കുന്ന ഒരു ഫേം എന്താണോ അതെങ്ങനെയൊക്കെ റൺ ചെയ്ത് കൊണ്ടുപോകണം, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഒരു പ്രോപ്പർ മെൻറ്ററിങ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ട്, അവരെ ഡയറക്റ്റ്ലി പോയി മീറ്റ് ചെയ്യുക. അവരുമായിട്ട് ജസ്റ്റ് ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് അവരിൽ നിന്ന് എന്ത് ചെയ്യുക, കുറേ കാര്യങ്ങൾ പഠിക്കുക. അത് പഠിച്ചിട്ട് വേണം നിങ്ങൾ അടുത്തൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ പെട്ടെന്ന് നമുക്ക് 1 വർഷം 1.5 വർഷം കൊണ്ട് നമുക്ക് സക്സസ് ആകാൻ പറ്റും. അതൊരു പ്ലാൻ സ്ട്രക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാതെ നമുക്ക് ഇത്ര ടൈമോട് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഇത്ര ടൈമോട് ഞാൻ സക്സസ് ആകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവില്ല. അതിന് നിങ്ങളൊരു 3 മാസത്തെ ടൈം, ഈ ഒരു 3 മാസത്തിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിനുള്ള പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. പിന്നെ ആ 3 മാസം കഴിഞ്ഞിട്ട് അടുത്ത 3 മാസം 6 മന്തിലേക്ക് പ്രോപ്പറായിട്ട് എന്ത് പ്ലാൻ എനിക്ക് അടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പട്ടിപ്പണി, അങ്ങനെ ഒരു സ്മാർട്ട് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നല്ലൊരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമോ, ഏറ്റവും നല്ലൊരു ബിസിനസ്മാൻ, ഏറ്റവും നല്ലൊരു ഓണ്ടർപ്രണർ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഇറങ്ങാൻ പോകുന്നവരോട് ഇതാ പറയുള്ളൂ, നിങ്ങൾ ഒരിക്കലും മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് ആകരുത് നിങ്ങൾ പെട്ടെന്ന് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. നിങ്ങൾ അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ സിനാൻ എന്താ പറയാനുള്ളത്? സാറ് പറഞ്ഞത് ശരിയാണ്. ബിസിനസ്സിൽ മാത്രമല്ല, ഇപ്പൊ ഒരു കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിലും അധികം ആൾക്കാരും ട്രെൻഡ് കണ്ട് ചാടി ഇറങ്ങുക ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അതുപോലെ ഇപ്പൊ ഒരു 4 കോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഓനെ ബോധിക്കുന്ന ഓന്റെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പോകും, പിന്നെ ഓനെ അത് കംപ്ലീറ്റ് ആകുന്നില്ല. നാട്ടിലുള്ള ആളാണ്. ഓക്കെ. മെയിൻലി പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഒന്നാമത് പറയാൻ നമുക്കൊരു പാഷൻ വേണം. നമുക്ക് ഇഷ്ടപ്പെട്ട പാഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വീട്ടിൽ ഉമ്മ പറയുന്ന ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിഷ്ടം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡാണ്. അപ്പോൾ ഞാൻ ഒരു MBBS ഫേമിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു
MBBS ഒരു കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കൊരിക്കലും അവിടെ സക്സസ് ആകാൻ പറ്റില്ല. കാരണം എൻ്റെ പാഷൻ ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാഷൻ ഫോളോ ചെയ്തിട്ട് ഇത് എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പല ഞാൻ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ പല ദിവസങ്ങളിൽ എന്ത് ചെയ്യാണ് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പുതിയ പുതിയ സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അങ്ങനെ ആർക്കും ഇവർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ തന്നെ ഒന്ന് അടിപൊളി ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യം പുറത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ലേണിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഒരു കാര്യം എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി കാണാം കേട്ടോ. ഓക്കെ, സിനാനെ. അതെ.